ഫ്രണ്ട്സ് കമാൻഡെ പുതിയ എപ്പിസോഡിലേക്ക് അറ്റ്ലാന്റിക് സിറ്റി എന്ന് പറയുന്ന ന്യൂജേഴ്സിയിലെ ഒരു സ്ഥലത്തിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. കോസ്റ്റലായിട്ടുള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന ഒരു ഹോട്ടലാണ് സ്റ്റേ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാൻ 2-3 മലയാളികളിലൂടെ കസീനോ പിന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് സംഭവങ്ങൾ ക്ലബ്ബൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ വന്നതാണ്. ബ്രോ ഒരു ഹായ് പറ. ഹായ് പറയൂ. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ് പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെ അടിച്ചു പൊളിച്ചല്ലേ? ഞാൻ എന്നിട്ട് ലാസ്റ്റ് പാതിരാത്രി കുറച്ച് ഉറങ്ങി. ഇന്നലെ അങ്ങനെ നമ്മൾ ഉറങ്ങിയില്ല കേട്ടോ. എന്നിട്ട് രാവിലെ ഇപ്പോൾ ഇറങ്ങുവാണ്. എന്നിട്ട് രാവിലെ ഇവിടെ നിന്ന് 1-2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ന്യൂജേഴ്സിയിലെ ഇവരുടെ ഭാഗത്തോട്ട് പോവുകയാണ്. അറ്റ്ലാന്റിക് ഓഷനാണ് കേട്ടോ ആ കാണുന്നത്. ഇവിടുത്തെ കടല് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. രാവിലെ സൂര്യൻ എണീറ്റു. അപ്പോൾ നമ്മളിനി ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പുറത്തോട്ട് പോകുന്നു. ഇങ്ങനെ അറ്റ്ലാന്റിക് സിറ്റിയിൽ നിന്ന് വന്നു. ഇതിനിടയിൽ നമ്മൾ ബൈ പറയാൻ വേണ്ടി പോവാണ്. ബ്രോ, താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്. കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ടൈം ഇൻ ന്യൂ ജേഴ്സി ആൻഡ് അതർ പ്ലേസസ്. താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ നമ്മുടെ ടോമി ചേട്ടൻ്റെ പോവാണ്. ടോമി ചേട്ടൻ്റെ കൂടെ പോവാണ്. കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു ഫോർ ദ ടൈം. All the best. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് കേട്ടോ. പല ഇവിടെയുള്ള അമേരിക്കൻ ടിപ്പിക്കൽ വീടുകൾക്കും മതിലുകളില്ല. കറക്റ്റാ, പല വീടുകൾക്കും മതിലുകളില്ല കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് വീടുകൾ കാണാനായിട്ട് സാധിക്കും. ഇത് ഒരു ചെറിയൊരു ചർച്ചാണ് കേട്ടോ. പഴയതാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ? കല്ലിൽ പണിത മനോഹരമായിട്ടോ. പിന്നെ കൂടുതൽ വീടുകളും ഇതുപോലുള്ള വെള്ള വീടുകളല്ലേ? ഇത് ഒരു ഓൾഡ് ടൗൺഷിപ്പ് ആണ്, പഴയൊരു ടൗൺഷിപ്പ് ആണ്. അതുകൊണ്ട് വേറൊരു വെള്ളപ്പള്ളി. ഇവിടെ പള്ളികളാണല്ലോ ഫുള്ള്. 3 പള്ളിയുണ്ട് അല്ലേ? ഇവിടെ 2ാമത്തെ പള്ളി, 3ാമത്തെ പള്ളി, ഒരുമിച്ചുള്ള 3 പള്ളി കേട്ടോ. അതിന്റെ ഇടയ്ക്കുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു പറഞ്ഞൊരു പഴയൊരു ടൗൺഷിപ്പാണ്. ഇവിടെ കൂടുതലും വൈറ്റ്സ് ആണ്. ഇവിടെ വൈറ്റ് അമേരിക്കൻസ്. നമുക്ക് വന്ന ഇപ്പം സുബിന് ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഇന്ത്യൻസ് ആക്ച്വലി കുറവാണ് കേട്ടോ. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ കുറവാണ്. എനിക്കൊന്ന് അഡ്മിനിസ്ട്രേഷൻ വിളിക്കണം. എല്ലായിടത്തും നല്ല കുറെ പള്ളികളുണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്ഥലങ്ങൾ. കേരളത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാം. പല രാജ്യങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കറക്റ്റ് എനിക്ക് തന്നെ ഒരു വലിയ പിടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോവാണ്. നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. നിങ്ങൾ വേറെ യൂട്യൂബേഴ്സിൻ്റെ കണ്ടെങ്കിൽ മനസ്സിലായി കാണും. ശരി, ഞാൻ ആരുടെയും കണ്ടിട്ടില്ല കേട്ടോ. ഡൈനർ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ അമേരിക്കൻ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കിട്ടുന്നതാണോ? അല്ലല്ല, എല്ലാം കിട്ടുന്നതല്ലേ ഡൈനർ? ലഞ്ചും എല്ലാം ഉണ്ട്. പക്ഷെ ഡൈനറിൽ എപ്പോഴും 24 hours ഈ ബ്രേക്ക്ഫാസ്റ്റ് അവർ സെർവ് ചെയ്യും. Yeah, that's a beauty. And then you get that typical American. And South is slightly different. പക്ഷെ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് കിട്ടും. മെയിനായിട്ട് ഒരു ടിപ്പിക്കൽ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് you're going to enjoy, unlimited coffee and everything. So it's so beautiful. Different type of omelets, bread toast, sausage, everything that you want to get it. Yeah. നമ്മുടെ ഡൈനറിലോട്ടാണ് പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ? ഞാൻ പുറകിൽ കിച്ചന്റെ ഭാഗത്തൂടെ വന്നപ്പം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബർഗേഴ്സ്, റാപ്സ്, വാഫിൾസ്. കുറച്ച് ഷുഗറി ആയിരിക്കും ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തോന്നുന്നു. നോക്കട്ടെ. Spend 30, get 5. ഞാൻ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ വന്ന് കയറിയിരിക്കുകയാണ്. നമ്മളിവിടെ കൗണ്ടറിലാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം ഓൾറെഡി ഫുള്ള് തിരക്കാണ്. കുറച്ച് സീറ്റിങ്സ് അറേഞ്ച്മെൻറ്റ് കപ്പാസിറ്റി മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുഡിൻ്റെ മെനു എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇന്നത്തെ മെനു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ടേബിൾ അവസാനം കിട്ടിയിട്ടുണ്ട്. ടേബിളിലോട്ട് മൂവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം.
അവസാനം ടേബിൾ ഇടിയപ്പോൾ എനിക്ക് ആശ്വാസമായി. ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ. ഇവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ലാറ്റിൻസ് ആണ് കേട്ടോ. ലാറ്റിൻ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. മെക്സിക്കൻസ്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ മെക്സിക്കൻസ് ആണ് ഏറ്റവും വലിയ പോപ്പുലേഷൻ വേൾഡ് വൈഡിൽ. മെക്സിക്കൻ ആസ് എ കൺട്രി മെക്സിക്കൻസ് ആണ് കേട്ടോ ഈ രാജ്യത്ത് കൂടുതലുള്ളത്. പിന്നെ ഇന്ത്യക്കാർ വേറെ കുറേ ലാറ്റിൻസ് പല ആളുകളുണ്ട്. ഫിലിപ്പീൻസുകാർ കുറേ ഉണ്ട്. അതെന്തുകൊണ്ട് കറക്റ്റ് എനിക്കറിയില്ല. സെക്കൻഡ് പോപ്പുലേഷൻ നമ്മുടെ ഇന്ത്യൻ ഏഷ്യയിലെ ഏഷ്യൻസിൽ വരുന്നത് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ചൈന, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫിലിപ്പീൻസ്. പിന്നെ ഞാൻ വേറൊരു കാര്യം, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവർ എയ്തർ ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന എയ്തർ കോഫി അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് അല്ലേ? ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ കോഫി. നോർമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതും മാക്സിമം അവർ ബ്ലാക്ക് കോഫിയാണ് പ്രിഫർ ചെയ്യുന്നത്. ബ്ലാക്ക് കോഫി അതിൻ്റെ ടേസ്റ്റിൽ കൂടുതൽ നമ്മുടെ നാട്ടിലെ പോലെ ഒത്തിരി പഞ്ചസാര ഇടാറില്ല. ജസ്റ്റ് ഒരു മേ ബി ലൈക്ക് 1 ഹാഷ് ഷുഗർ ഇടും. എന്നുവെച്ചാൽ ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടെങ്കിൽ കുറച്ച് ഷുഗർ മാത്രമേ ഇട്ടിട്ട് അവർ ശരിക്കും ആ റിയൽ കോഫി ടേസ്റ്റ് കുടിക്കാൻ. പിന്നെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് മെനുകൾ. കോർണേഡ് ബീഫ് ഹാഷ് ആൻഡ് എഗ്സ്, ചീസ് കേക്ക് സ്ലൈസ്, വെജ് ഓംലേറ്റ്, സ്പൈസി ചിക്കൻ റാപ്പ്, ബ്രേക്ക്ഫാസ്റ്റ് വെജി, എഗ്സ് ക്വാറന്റൈൻ, എഗ് ബെനഡിക്ട്. പിന്നെ ഒരു സൗത്ത് അമേരിക്കൻ സ്റ്റൈലാണെങ്കിൽ ഇറ്റ് കംസ് വിത്ത് പൊട്ടാറ്റോ വെഡ്ജസ് ഓർ വടവർ ദ വേ യു വാണ്ട്, റൈറ്റ്? അങ്ങനെയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ഡിഫറെൻറ്റ് സ്പാനിഷ് സ്റ്റൈൽ ഓംലെറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റൈൽ ഓംലെറ്റ്. പിന്നെ പ്രൈസ് വേണ്ടവർക്ക് പ്രൈസ്, പ്ലസ് സോസേജ്, ഹോട്ട് ഡോഗ്സ്, അത് ഹെവി ആയിട്ടാണ് വേണമെങ്കിൽ. പിന്നെ ദെൻ പ്ലസ് പാൻകേക്ക് ഭയങ്കര കോമൺ ആണ്. പാൻകേക്ക് ഇവിടെ ഹോളിഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് സ്നോമാൻ പാൻകേക്ക്, സിൽക്കപ്പോർ ബൗൾ കൊള്ളാം കേട്ടോ. നോക്കട്ടെ, ഞാൻ ഇന്നെന്തോ നല്ല വിശപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ഞാൻ ഓൾറെഡി അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു അമേരിക്കയിൽ വന്നിട്ട് ഈ ഡൈനറിൽ ആദ്യമായിട്ടാണ് കേട്ടോ. I need a small one. I'll go with medium. Medium. Don't have a medium. Only a small one. Is it egg Florentine or egg Benedict? Florentine, right? No, Benedict. Benedict. Okay. Can I start it up? You want to have? Yeah. With the other side. The same? Anything else for now? No. Enjoy. ഞാൻ ബെനഡിക്ട് എടുത്തോളാം. ഇത് ഇത്തിരി ഹെവി അല്ല. അത് കുഴപ്പമില്ല. ശരി, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ എന്താണെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണം അറിയാനായിട്ട് കേട്ടോ. ഇവിടെ ടോസ്റ്റ്, സ്ക്രാമ്പിൾഡ് എഗ്, പിന്നെ ഇതാണ് എഗ് ബെനഡിക്ട്. ഇതാണ് കേട്ടോ എഗ് ബെനഡിക്ട്. പിന്നെ ഓറഞ്ച് ജ്യൂസ്. ഇത് കോൺ ബീഫ് അല്ലേ? കോൺ ബീഫ് പ്ലസ് ഓംലെറ്റ്. കോൺ ബീഫും ഓംലെറ്റും. ഈ കാണുന്നത് സ്മാഷ് പൊട്ടാറ്റോ. ഇത് പൊട്ടാറ്റോ അല്ലേ? ഇത് സ്മാഷ് പൊട്ടാറ്റോ. പിന്നെ എഗ് ബെനഡിക്ട് എന്ന് പറയും. ഇതൊരു സോസേജും വെച്ച് അതിൻ്റെ മേളിലൊരു ചീസ് വെച്ച് അതിൻ്റെ മേളിലൊരു എഗ് പോച്ച് ചെയ്ത് അത് ഇത് വെച്ച് അതിൻ്റെ കൂടെ മാഷ് പൊട്ടാറ്റോ. അവിടെ നിന്ന് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ, ശ്രീകൃഷ്ണ മന്ദിർ, ഇവിടെയുള്ള ഒരു ഹിന്ദു അമേരിക്കൻ ടെമ്പിൾ ആൻഡ് ഒരു കൾച്ചറൽ സെൻ്ററാണ് കേട്ടോ. അങ്ങോട്ടാണ് ഞാൻ വന്നത്. ഇത് മലയാളികളുടെ മാത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു ദ്രവീഡിയൻ സ്റ്റൈലിലുള്ള ഒരു ടെമ്പിളാണെന്ന് തോന്നുന്നു. ധാരാളം മലയാളികൾ വരുന്ന കാരണം ഗുരുവായൂരപ്പനാണല്ലോ ഇവിടെ ഉള്ളത്. പിന്നെ മാത്രമല്ല ഗുരുവായൂരപ്പൻ്റെ വേറെ ടെമ്പിൾ, ഇത് നമ്മുടെ സരസ്വതി വിദ്യാലയ സ്കൂളാണോ? സരസ്വതി, നമ്മുടെ സരസ്വതി വിദ്യാലയ. എനിക്കൊന്നും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. ധാരാളം ഉത്തരേന്ത്യൻസും വരുമെന്ന് തോന്നുന്നു അല്ലേ? ശ്രീകൃഷ്ണ ഭോജനശാല എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് ഒരു മലയാളികളുടെ മാത്രമല്ല, വെജിറ്റേറിയൻ ഫുഡ് കിട്ടും ഇവിടെ അല്ലേ? ടിപ്പിക്കൽ നല്ല വെജ് ഫുഡ് കിട്ടും. നമ്മുടെ ഒരു മലയാളി ക്ഷേത്രം ഗുരുവായൂരപ്പൻ ടെമ്പിള്, മലയാളികളുടെ ഗുരുവായൂരപ്പൻ ടെമ്പിള് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹൂംസ്റ്റൺ, നമ്മുടെ ടെക്സാസ് റീജിയനിൽ, സദേൺ റീജിയനിലുണ്ട്. അത് വലിയ അമ്പലമാണ്. ഇപ്പം ഇടുക്കിയിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഇടുക്കിയിൽ ഒരു തേക്കെന്തോ വെട്ടി അത് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ അമ്പലത്തിൽ പണിയാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ രാവിലെ ഒരു അമ്പലം കാണാൻ വേണ്ടി വന്നതാണ്. നല്ല രസമുണ്ട്. പക്ഷെ വന്നപ്പം ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി കേട്ടോ.
സത്യം. കാരണം ഞാൻ നമ്മുടെ ബാബ്സ് മന്ദിറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇവരുടെ ഗുജറാത്തി അമ്പലമൊക്കെ ഉണ്ടല്ലോ, അത് വലിയ അമ്പലമാണ് കേട്ടോ. അതൊന്നും എനിക്ക് പോകാൻ വലിയ ഇഷ്ടമല്ല. മലയാളികളുടെ നമ്മുടെ നാടിന്റെ ഒരു അല്ലെങ്കിൽ ദ്രവീഡിയൻ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വന്നപ്പം ദ്രവീഡിയൻ്റെ ഒരു ഐഡന്റിറ്റി വളരെ കുറവാണെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റ് പോയ കേട്ടോ. എന്നാലും ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നോക്കിക്കേ, ഏതോ ഒരു ആളുടെ കാറാണ് കേട്ടോ. ഋഷിക് എന്ന് നമ്പർ പ്ലേറ്റ് പുള്ളിയുടെ പേരിലാക്കിയതാണ്. നമ്മുടെ മലയാളി എന്നുള്ള നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, മലയാളി നമ്പർ പ്ലേറ്റ്. അതിവിടെ ഓരോ സ്റ്റേറ്റിനും നമ്പർ പ്ലേറ്റ് മാറ്റമുണ്ടോ? അപ്പൊ ഇപ്പൊ മലയാളിന്ന് ഒരു സ്റ്റേറ്റിൽ ഒരാൾ രജിസ്റ്റർ ചെയ്താൽ വേറെ സ്റ്റേറ്റിലുള്ള ആൾക്ക് അത് മലയാളിന്ന് രജിസ്റ്റർ ചെയ്യാമോ? പറ്റും. ഓ, അതുപോലെ തന്നെ ഇവിടെ നമ്മള് ഇപ്പൊ ഏത് പേരാണ് ഇപ്പം എനിക്ക് എന്റെ വൈഫിന്റെ പേരിടണം, അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും കുട്ടികളുടെ പേരിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു മിനിമൽ $70 എന്തോ സംതിങ് ആണ്ട് നമ്മള് അടച്ചാൽ മതി. വലിയ പൈസ ഇല്ല കേട്ടോ, വലിയ പൈസയില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രം. നമ്മുടെ ഒരു ദ്രവീഡിയൻ ആർക്കിടെക്ചറിലുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ ഉള്ളിലോട്ട് കയറി നോക്കട്ടെ എങ്ങനെയാണ് സംഭവം. കയറി വരുമ്പോൾ ഒരു കൃഷ്ണ സ്റ്റാച്ചു ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു പൂജയുടെ ഷോപ്പ് അമ്പലം മുകളിലോട്ടാണ് കേട്ടോ. നമ്മുടെ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ കണ്ടില്ലേ നമ്മുടെ ദ്രവീഡിയൻ സ്റ്റൈലിൽ ഇവിടെ കയറി വരുമ്പോൾ ഒരു ചെറിയൊരു നമ്മുടെ രസീതൊക്കെ വാങ്ങുന്ന ഏരിയ. ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കൂടുതൽ നമ്മുടെ ആന്ധ്ര അല്ലെങ്കിൽ തമിഴ് ദൈവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. നമ്മുടെ ഗണേശ അല്ലെങ്കിൽ വേറെ കുറച്ച് വേറെ കുറേ ദൈവങ്ങളെ കാണാൻ സാധിക്കും. ഇവിടെയുള്ള ഒരു വീടിനും ഗേറ്റ് സംവിധാനങ്ങളില്ല കേട്ടോ. നല്ല രസമുള്ള വീടുകൾ. ഈ ഒരു വീടിനാണ് അപ്രതീക്ഷിതമായിട്ട് ആ ഒരു ഭാഗത്ത് ബാക്ക്യാർഡ് ഗേറ്റ്. അതെന്തിനാന്നറിയോ? പട്ടികള് ഇപ്പം ഡോഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പെറ്റ്സിന് ഓടി കളിക്കാൻ വേണ്ടി അവർ ബാക്ക്യാർഡ് കെട്ടി സ്ഥലം വെച്ചിട്ടേക്കാണ്. അവരുടെ പ്രോപ്പർ സ്ഥലമല്ല, ആ ഡോഗിന് ഓടി കളിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ആ ബാക്ക്യാർഡ് ബ്ലോക്ക് ചെയ്തിരുന്നത്. ഉള്ള എല്ലാ വീടുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് എല്ലാ വീടുകൾക്കും ചിമ്മിണി ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലുള്ള സ്ലോപ്ഡ് ആയിട്ടുള്ള റൂഫ് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്നോ ആയതുകൊണ്ട് ഉള്ള ഇതാണ്. നല്ല രസമല്ലേ ഇവിടെ വീടുകൾ കാണാൻ? ലാൻഡ്സ്കേപ്പ് ഒക്കെ ഭയങ്കര അടിപൊളി കേട്ടോ, ഭയങ്കര നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ താമസിക്കാനായിരിക്കും പാട്. നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഒക്കെ വന്ന് താമസിക്കുമ്പോൾ എനിക്കൊന്ന് ഡിപ്രഷനൊക്കെ വരാം അല്ലേ? ഫസ്റ്റ് നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട്. ഇപ്പം ഞാൻ ഇടുക്കിന്നാണ്, എനിക്ക് വുഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വുഡ്സിന്റെ ഇടയ്ക്ക് താമസിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും അത് അങ്ങനെ ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല. അല്ല, മാത്രമല്ല ഇവിടെ ആ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് അപ്പൊ അതുകൊണ്ടാണ് യൂറോപ്പിലൊക്കെ വരുന്നത്. പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഫസ്റ്റ് ഒരു ഡിപ്രഷൻ, പിന്നെ ഒരു കോൾഡ് വരുമ്പോൾ സണ്ണി അല്ലെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. ചില ഇപ്പോൾ റഷ്യയിലൊക്കെ ആണെങ്കിൽ സണ്ണ് കിട്ടുന്നത് തന്നെ ഭയങ്കര പാടാണ് പലർക്കും. അതുകൊണ്ടാണ് അവർ ഈ റഷ്യക്കാര് യുക്രൈൻകാര് ദുബായിൽ പോയി കിടക്കുന്നത് കേട്ടോ, ഇത്രയും ചൂടത്ത് ബീച്ച് ആസ്വദിക്കാനൊക്കെ ആയിട്ട്. ഇവിടെ എന്തോ ക്രിസ്മസിന് സെയിൽ നടക്കുവാണ് കേട്ടോ. ഹോട്ട് ചോക്ലേറ്റ്. ഹോട്ട് ചോക്ലേറ്റ് വിൽക്കാനായിട്ട് ന്യൂജേഴ്സിയിലെ റോബിൻസ്വില്ലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതായത് വന്നതെന്ന് പറയുമ്പം ഇവിടുത്തെ US-ലെ അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിലോട്ടാണ് വന്നത്. ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രത്തിലോട്ടാണ് വന്നത്. നമ്മുടെ സ്വാമിനാരായണൻ ഹിന്ദു ക്ഷേത്രമാണ്. ബാബ്സ് അക്ഷർധാം ടെമ്പിൾ ആണ് കേട്ടോ. സ്വാമിനാരായണൻ അക്ഷർധാം ടെമ്പിൾ ആണ് നമ്മുടെ ഗുജറാത്തി സ്റ്റൈലുള്ള സ്വാമിനാരായണൻ അവരുടെ അണ്ടറിൽ വരുന്ന ക്ഷേത്രമാണ്. 180 ഏക്കർ എന്തോ ഉണ്ട്. ഇവിടെ നിന്നേ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ പാർക്കിംഗ്. ഇതാണ്ട് ഇവിടെ പാർക്കിംഗ് ഏരിയ ഭയങ്കര വലിയ സെറ്റപ്പാണ്. കുറെ വോളണ്ടിയേഴ്സ് ഇന്ത്യയിൽ നിന്നും പിന്നെ ഇവിടെ നിന്നൊക്കെ വന്ന് അങ്ങനെ വോളണ്ടിയേഴ്സ് കൊണ്ട് ബിൽഡ് ചെയ്ത ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇതിന് കുറെ അതുകൊണ്ട് തന്നെ കുറെ എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അധികം ഇന്ത്യൻസ് ഇല്ലാത്ത സ്ഥലമായിരുന്നു. പിന്നീട് ഈ ക്ഷേത്രം വന്നതിന് ശേഷം പിന്നെ ധാരാളം ഗുജറാത്തികളൊക്കെ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. അതാണ് ബ്രോ പറഞ്ഞത്. പിന്നെ ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞാൽ 2010 എന്തോ പണി തുടങ്ങി. 2023 ഈ ക്ഷേത്രത്തിന്റെ പണി അവസാനിപ്പിച്ചത്. ഇവിടെ അമേരിക്കയിൽ നിന്ന് എനിക്ക് സത്യത്തിൽ നമ്മൾ മലയാളികൾ അമേരിക്ക എന്ന് പറയും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാ. ബട്ട് പൊതുവെ ഈ ലാറ്റിൻസിന്റെ അടുത്തൊന്നും പോയിട്ട് അമേരിക്ക എന്ന് പറയരുത്, അവർക്ക് അങ്ങനെ അധികം ഇഷ്ടപ്പെടില്ല. കാരണം അമേരിക്ക എന്ന് പറയുന്നത് ഒരു കോണ്ടിനെന്റിന്റെ പേരാണല്ലോ. 2
കോണ്ടിനെന്റ്സ് ഉണ്ട്. ഒന്ന് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. അപ്പം നിങ്ങൾ മെക്സിക്കൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അമേരിക്കയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് US-ലോട്ട് പോകുമ്പം അവർക്ക് തോന്നും. അപ്പോൾ അവർ ചോദിക്കും അതെന്ത് മെക്സിക്കോ അമേരിക്കയിലല്ലേ എന്നാൽ അങ്ങനെ പറഞ്ഞുകൂടെയെന്ന്. അപ്പോൾ അവർ പൊതുവെ സൗത്ത് അമേരിക്കൻസ് അമേരിക്കയെ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ് USA പറയുമ്പോൾ അവർ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാ, അല്ലെങ്കിൽ USA എന്ന് അവർ പറയും. വെറുതെ അമേരിക്ക എന്ന് പറയില്ല കേട്ടോ. കാരണം അമേരിക്ക അവർക്ക് കോണ്ടിനെന്റ് ആണല്ലോ. നമുക്കാണ് ഏഷ്യക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആഫ്രിക്കക്കാർക്കാണ് മിഡിൽ ഈസ്റ്റുകാർക്കാണ് അമേരിക്ക എന്ന് പറയുമ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പാർക്കിംഗ് സംവിധാനം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ധാരാളം ആളുകൾ കാണണം. എൻ്റെ വലിയ ക്ഷേത്രമാണ് കേട്ടോ, ഭയങ്കര വലിയ ക്ഷേത്രം. അവസാനം നമ്മുടെ ടോമി ചേട്ടൻ്റെ അടുത്തും ബൈ പറയാണ്. ചേട്ടാ, താങ്ക് യു ഫോർ എവറിഥിങ്. ഓക്കെ, താങ്ക് യു ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. Enjoy your you are chasing your dreams and everything, and I wish you that you're going to come here and we're going to host you like everyone, association, Poma, Kanch, everyone. We've been waiting for you. Okay, thank you so much. Great meeting. അപ്പോൾ കാണാം ഉറപ്പായിട്ടും സന്ധിക്കും വരെ വണക്കം. നമ്മുടെ ക്ഷേത്രത്തിന്റെ ഈ ഒരു എൻട്രൻസ് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ അക്ഷരധാം ടെമ്പിള്. ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു വാസ്റ്റ് സ്പേസിലായിട്ടുള്ള ഒരു ടെമ്പിൾ കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ ബാഹുബലി സിനിമയിലെ ഒരു ഷൂട്ടിംഗ് സൈറ്റൊക്കെ പോലെ ഉണ്ട് കേട്ടോ. വിത്ത് റെസ്പെക്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ ഒരു ഇന്ത്യയുടെ മാപ്പ്. ഇത് പിന്നെ സ്വാമിനാരായണൻ ടെമ്പിൾ ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഭഗവാൻ സ്വാമിനാരായണൻ്റെ മുൻപത്തെ പേര് നീലകാന്ത് വർണി എന്നായിരുന്നു പേര്. അപ്പം അദ്ദേഹം സഞ്ചരിച്ച വഴികളാണ് ഒരു ഇന്ത്യൻ മാപ്പിലൂടെ അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കാൽപ്പാടുകൾ അദ്ദേഹം ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച വഴികളൊക്കെയാണ് കേട്ടോ ഇവിടെ തുടക്കത്തിൽ ഒരു ഇതിൽ അവർ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചേട്ടാ, ഹായ് പറയുന്നോ? ഹലോ. ഓക്കെ, ഇതാണ് പേരെന്തായിരുന്നു? ഷെയ്ൻ ചേട്ടൻ ഇപ്പൊ വന്നതാണ് കാണാനായിട്ട്. എന്തുണ്ട് വിശേഷം? എവിടെയാ നാട്ടില്? ഞാൻ ജനിച്ചതും വളർന്നത് മംഗലാപുരത്താ. കുറെ സ്ഥലമൊക്കെ കറങ്ങിയിട്ട് പിന്നെ ഇവിടെ US-ലെത്തി. US എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല ഫുള്ളായിട്ട്? അല്ലല്ല, നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ? ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് എനിക്കൊരു കാരണമില്ല. ഇഷ്ടപ്പെടാനായിട്ട് കുറെ കാരണങ്ങളുണ്ട്. നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മാറി നിന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറെ ഫ്രണ്ട്സ് ഉണ്ടാവുമോ ഇല്ലയോ. ഇപ്പം ടോമും അതേപോലെ തന്നെ കുറെ മലയാളികളൊക്കെ ഉണ്ട് ഇവിടെ. ഏകദേശം എനിക്കറിയാവുന്ന കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 60,000 മലയാളികളുണ്ട് ഈ ഒരു ന്യൂജേഴ്സി, ന്യൂയോർക്ക് ഏരിയയിലായിട്ട്. ഓക്കെ. അപ്പം നമുക്ക് നാട്ടിൽ നിന്നുള്ള ഒന്നും മിസ്സൊന്നും ആവത്തില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് സർക്കിള് വളരെ വലുതാണ് ഇവിടെ. സോ ഓവറോൾ എന്നാ പറയുന്നത്, നമ്മുടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒന്നും മിസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ ടെമ്പിൾ തന്നെ കണ്ടാലും it's similar to what we have in Delhi, അല്ലേ? Other than that, lifestyle wise, this is completely different from what we see in India. So overall, enna parayunne, I'm pretty happy. And പിന്നെ ഫാമിലിയും പിള്ളേരും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. There is nothing that I miss. എന്തായാലും ചേട്ടനെ കണ്ടതിലും സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും താങ്ക് യു. ചേട്ടൻ്റെ മുമ്പത്തെ വീഡിയോകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ അടുത്തായിട്ടൊന്നും വീഡിയോ കാണാറില്ല കേട്ടോ. ഇനി കാണണം കേട്ടോ. ചുമർന്ന. അപ്പൊ ഞാൻ ഉള്ളിലോട്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തിലോട്ട് പോവാം. ഇവിടെ ആക്ച്വലി പ്രൊഫഷണൽ ആയിട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. കുറച്ച് ചിത്രങ്ങളും ഇതൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഭഗവാൻ സ്വാമിനാരായണന്റെ ഒരു സ്തൂപമാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ തുടക്കത്തിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ധാരാളം പേര് ഇതാ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഭഗവാൻ സ്വാമിനാരായണൻ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് യോഗിയായിരിക്കുന്ന ഒരു ചിത്രമാണ് കേട്ടോ. യോഗ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ചിത്രമാണ്. ഒരു റെപ്ലിക്കയാണ്, അതൊരു സ്റ്റാച്ചു ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. കാണുന്ന ഭാഗം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു തിയേറ്റർ, പിന്നെ അവിടെ കുറച്ച് ഇവരുടെ മ്യൂസിയം സംഭവങ്ങൾ, പിന്നെ ഇങ്ങോട്ടൊരു വെജ് റെസ്റ്റോറൻറ്റ്, ഒരു ചെറിയൊരു സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്. നമ്മൾ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് വന്നിട്ടൊന്ന് QR സ്കാൻ ചെയ്തെടുത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. നമ്മൾ എൻട്രൻസ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പോവാം. നമ്മൾ അവിടെ നിന്നാണ് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ക്ഷേത്ര ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. മനോഹരമായിട്ടുള്ള മാർബിളിൽ കൊത്തിയെടുത്ത ശിലകളും സംഭവങ്ങളും. സച്ച് അമേസിങ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് അവിടെ ഒന്നും ഫോട്ടോഗ്രാഫി അലൗഡല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഇതിൻ്റെ അകത്തും എന്തായാലും ഓഫ്കോഴ്സ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് ആയിരിക്കില്ല. ഇതാണ് നമ്മുടെ അക്ഷരധാം ടെമ്പിളിൻ്റെ പ്രധാന ഭാഗം. നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി വീഡിയോസ് ഒന്നും ചിത്രീകരിക്കാൻ പറ്റിയില്ല.
അതുകൊണ്ട് ഒന്നും എടുത്തില്ല. പിന്നെ ഇവിടെ ധാരാളം വോളണ്ടിയേഴ്സ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ അകത്ത് ഓരോ ആളുകളെ ഡയറക്റ്റ് ചെയ്യാനും സംഭവങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന വലിയ അമ്പലം പണിതത് തന്നെ കുറേ വോളണ്ടിയേഴ്സ് ഇന്ത്യയിൽ നിന്നും പലയിടത്തു നിന്നൊക്കെ വന്ന് അവരുടെ ഒരു ഡെഡിക്കേഷനിലൊക്കെയാണ് കേട്ടോ ഈ ഒരു അമ്പലം ഈ കാണുന്ന രീതിയിൽ എത്തിയെന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. അതിൻ്റെ ബിഹാഫ് കുറേ കോൺട്രവേഴ്സറീസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ വോളണ്ടിയറിങ് ആയിട്ട് വന്നതല്ലേ, അപ്പോൾ അവരുടെ ഒരു സ്ഥലത്ത് അവരങ്ങനെ ഫ്രീഡം ഇല്ലാതെ പുറത്തൊന്നും പോകാൻ പറ്റാതെ അങ്ങനെ കുറേ എന്തൊക്കെയുണ്ട്. അത് വട്ടവർ, അത് വേറെ കാര്യം. അത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ അറിയാവും. പിന്നെ കുറേ സ്പാനിഷ് ആളുകൾ, ലാറ്റിൻസ്, പിന്നെ അല്ലാത്ത കുറേ ആളുകൾ, പിന്നെ ഇന്ത്യൻസ് തന്നെയാണ് കൂടുതൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ എവിടെയാണെന്ന് ഇപ്പം പറയാം. ഞാൻ എവിടെയായിരുന്നു ലാസ്റ്റ്, അതെവിടെയാണെന്നും എനിക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് ക്ലിപ്പ് എടുത്ത് എവിടെയെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ ഇപ്പുറത്തെ ക്ലിപ്പ് എടുക്കുന്നത് ഈ കാണുന്ന ഒരു പുഴയില്ലേ, ഈ കാണുന്ന ഒരു പാലം, ഇതിന്റെ അപ്പുറത്തോട്ട് ഇങ്ങോട്ട് എങ്ങോട്ടായിരുന്നു? അങ്ങോട്ട് ന്യൂജേഴ്സിയും ഇങ്ങോട്ട് നമ്മുടെ പെൻസിൽവേനിയ. അപ്പോൾ നമ്മൾ പെൻസിൽവേനിയ സ്റ്റേറ്റിലോട്ട് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ സ്റ്റേറ്റാണ് അമേരിക്കയിലെ. ഫസ്റ്റ് ന്യൂയോർക്ക് സ്റ്റേറ്റ്, പിന്നെ ഞാൻ ന്യൂജേഴ്സി, ഇപ്പോൾ പെൻസിൽവേനിയ. നമ്മുടെ ഫിലാഡൽഫിയൊക്കെ പെൻസിൽവേനിയയുടെ ക്യാപിറ്റൽ അല്ലേ? പെൻസിൽവേനിയയുടെ ഹാരിസ്ബർഗ് എന്ന് പറയുന്ന സിറ്റിയാണ് കേട്ടോ പെൻസിൽവേനിയയുടെ ക്യാപിറ്റല്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് വേറൊരു മലയാളിയുടെ കൂടെയാണ്. എന്റെ വീഡിയോ ഒക്കെ കാണുന്ന കുറെ നാളുകളിൽ എന്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു, എന്നെ ഹോസ്റ്റ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോ പുള്ളിക്ക് എന്നെ മെസ്സേജ് അയച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അതിലുപരി ഹാപ്പി ആക്ച്വലി ഞാനുമാണ് കേട്ടോ. പിന്നെ എന്നെ ഇത്രയും നല്ലപോലെ വാച്ച് ചെയ്യുന്ന ഒരാളാണെന്നും കൂടെ അറിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി. ഹായ്, ഹലോ, എന്തുണ്ട്? നമസ്കാരം. സുഖം. പേരെന്താ? ശ്രീജിത്ത്. സ്ഥലം ആക്ച്വലി കോഴിക്കോടാണ്. ഞാനൊരു മലപ്പുറംകാരെന്ന് അറിയാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം ജനിച്ചതും വളർന്നൊക്കെ മലപ്പുറത്താണ്. മലപ്പുറത്ത് കൊണ്ടോട്ടിക്കടുത്ത് പെരുവള്ളൂര്. അമേരിക്കയിൽ എത്ര വർഷമായി? അമേരിക്ക ഏകദേശം 20 വർഷമായി. അമേരിക്കയിൽ 20 വർഷമായി കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടി വീട്ടിൽ ചോദിക്കുന്നതാ. നമ്മൾ 1 മണിക്കൂറായി കേട്ടോ. 1 മണിക്കൂർ ഇതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, മറന്നുപോയി. കുറച്ച് ഭക്ഷണം മറ്റേ ചേട്ടനും ഉണ്ടായിരുന്നു. മറ്റേ ചേട്ടനാണ് എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി. പിന്നെ നമ്മൾ 3 പേര് ഒരുമിച്ച് കുറച്ച് ഭക്ഷണം കഴിച്ചു. ഇപ്പൊ വീട്ടിൽ പോയിട്ട് ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോകും. പിന്നെ അങ്ങനെ നമ്മുടെ ശ്രീജിത്ത് ഏട്ടന്റെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു നൈബർഹുഡാണ് കേട്ടോ. ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് ഹൗസസ് ആണ്. കണ്ടില്ലേ, പലർക്കും കോമ്പൗണ്ടുകൾ എന്ന് പറയുമ്പോൾ അവരങ്ങനെ മതിൽ കെട്ടി ഒരു വാള് കെട്ടി തിരിച്ചിട്ടിട്ടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കേട്ടറിഞ്ഞിടത്തോളം ഇന്ത്യൻസ് അല്ലെങ്കിൽ മറ്റുള്ള ഏഷ്യൻസ് ഒക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ഏരിയകളിൽ താമസിക്കുന്നത്. മറ്റുള്ള അമേരിക്കൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി വൈറ്റ് അമേരിക്കൻസ് എന്ന് പറയുമ്പോൾ അവരേതെങ്കിലും ഉണ്ടല്ലേ? ഇത് അമേരിക്കൻസ് തന്നെയാണ് കേട്ടോ, വൈറ്റ് അമേരിക്കൻസ് ആണ്. ബട്ട് പൊതുവെ അവര് ഒതുങ്ങി കൂടി വേറൊരു സ്ഥലത്ത് ഒറ്റയ്ക്കൊക്കെ വീട്. അമേരിക്കൻസ് ആണ് അധികം ഉള്ളത്. ബട്ട് ഇന്ത്യക്കാരല്ലേ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളിൽ അങ്ങനെ ഒറ്റയ്ക്ക് അവരങ്ങനെ താമസിക്കുന്ന കുറവല്ലേ? കാരണം അവര് വേറെ രാജ്യത്തു നിന്ന് വന്നിട്ട് പെട്ടെന്ന് താമസിക്കുന്നതിന്റെ ആ ഒരു ഇതാണ് ചേട്ടൻ്റെ അവിടെ. നമ്പർ ഉണ്ടല്ലേ, KL10 മലപ്പുറം പെൻസിൽവേനിയ സ്റ്റേറ്റിന്റെ ഇതാണ് കേട്ടോ. ഓരോ സ്റ്റേറ്റുകൾക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകം ബോർഡുകൾ, കളറ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. KL10 നമ്മുടെ മലപ്പുറത്തിന്റെ നമ്പറാണ് കേട്ടോ. അടിപൊളി. ഇവനോ ഇവളോ? പേരെന്താ? ഷനൽ. ഹായ് ഷനൽ. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വന്നു. വീട്ടിൻ്റെ ഉള്ളിൽ എനിക്കൊരു റൂമൊക്കെ തന്നു കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ നിന്നാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? എൻ്റെ വീഡിയോസ് കാണുന്ന സ്ഥലം ഇവിടെ നിന്നാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നത് ഞാൻ കാണിച്ചു തരുന്നത് വേറൊരു സംഭവമാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു മലയാളിയുടെ വീട്ടിൽ എപ്പോൾ പോയാലും കാണാൻ പറ്റുന്ന നമ്മുടെ കറിവേപ്പില. ഇത് വിന്റർ ആയതുകൊണ്ട് എല്ലാം വെച്ചിരിക്കുന്നതാണല്ലേ അകത്ത്. മുല്ല, അവിടെ മുരിങ്ങ, പപ്പായ, പിന്നെ മാവ്, കോവയ്ക്ക. ഇതെന്താ സംഭവം? വെളുത്തുള്ളിയോ? പിന്നെ മുളക് കൊള്ളാം കേട്ടോ. വിന്റർ ആയതുകൊണ്ട് അകത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ എല്ലാം. ആ ഒരു ഭാഗത്ത് കൃഷിയിടമാണ് കേട്ടോ. പക്ഷെ ഇപ്പോ ഈ സീസൺ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം അകത്ത് കയറ്റി വെച്ചിരിക്കുന്നത്.
എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ ഇനി ഫിലാഡൽഫിയയിൽ പോവാണ്. അല്ല സോറി, ഫിലാഡൽഫിയയിൽ പോവാണ്. ഈ ഒരു വീട് നോക്കിക്കേ എൻ്റെ അമ്മോ, അടിപൊളി കേട്ടോ. ക്രിസ്മസ് അലങ്കാരം, പല വീടുകളും ഇങ്ങനെ. കണ്ട മലയാളികളുടെ അടുത്ത് മിക്ക ആളുകളുടെ അടുത്തും ടെസ്ലയാണ് കേട്ടോ. ടെസ്ല ഇവിടെ കുറച്ച് ഫേമസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ എലോൺ മസ്ക് അമേരിക്കക്കാരനല്ലേ. ഇതിൽ ആക്ച്വലി ഈ ഒരു സ്ക്രീനിൽ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ടെസ്ലയിൽ സ്ക്രീൻ ഇങ്ങനെ കാണുന്നത് ഭയങ്കര. ഇതിപ്പോൾ നമ്മൾ സെൽഫ് ഡ്രൈവിലാണ് കേട്ടോ പോകുന്നത്. സെൽഫ് ഡ്രൈവ് എത്ര ആക്യുറേറ്റഡ് ആയിട്ടാണ്, കാരണം സെൻസർ അല്ല, ക്യാമറ വെച്ചിട്ട് സെൻസ് ചെയ്തിട്ടാണ് കേട്ടോ, നിരീക്ഷിച്ചിട്ടാണ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഭയങ്കര അടിപൊളി കേട്ടോ ഇതിൻ്റെ സിസ്റ്റം. അപ്രിഷിയേറ്റ്. അങ്ങനെ നമ്മൾ ഫിലാഡൽഫിയയിലേക്ക് ഞാൻ ആക്ച്വലി എടുക്കാൻ വന്ന വീഡിയോ പോയി. ഇവര് വിചാരിക്കുന്നുണ്ടാവും ഇവൻ ഇത് മാത്രമേ എടുക്കാനുള്ളൂ ഫിലാഡൽഫിയയിൽ വന്നിട്ട്. അതായത് ഫിലാഡൽഫിയ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു USA തന്നെ വൺ ഓഫ് ദ ഈ ഒരു ഡ്രഗ് അഡിക്ട്സിന്റെയും ഹോം അഡിക്ട്സിന്റെയും ഒക്കെ വലിയൊരു പോപ്പുലേഷൻ ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അമേരിക്കയിൽ. കമ്പയർ ടു അതർ പാർട്ട് ഓഫ് അമേരിക്കൻ സ്റ്റേറ്റിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ധാരാളം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചേട്ടനും വന്നു. സോറി, ചേട്ടനെ കാണിച്ചില്ല. കാണിക്കാതെ ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തിക്കോ ചേട്ടനെ. ഞാൻ ശരത്ത്, നീലേശ്വരം, കാസർഗോഡാണ് സ്വദേശം. എന്ത് ചെയ്യുന്നു ഇവിടെ ചേട്ടൻ? ഞാനിവിടെ തോമസ് ജെഫേഴ്സണിലാണ് സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായി? 6 വർഷം. 6 വർഷമായിട്ടാ ചേട്ടൻ ഇവിടെ 6 വർഷമായിട്ടുണ്ട്. ചേട്ടൻ്റെ വൈഫും മക്കളും എല്ലാവരും ഉണ്ട്. അമ്മയും അച്ഛനെയൊക്കെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. ഇതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ചേട്ടൻ അവിടെ വീട്ടിൽ വന്നു, പിന്നെ ചായയൊക്കെ കുടിച്ചു. ചേട്ടൻ്റെ വീട്ടിൽ പോയി നമ്മൾ ചേട്ടനെ പിക്ക് ചെയ്തു. ഇപ്പം നമ്മൾ ഫിലാഡൽഫിയ വന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉറക്കമായതുകൊണ്ട് ഞാൻ അരമണിക്കൂർ കിടന്നുറങ്ങി. ഇപ്പം പെട്ടെന്ന് എണീറ്റേ ഉള്ളൂ. പെട്ടെന്ന് എണീറ്റ് ഞാൻ ഒരു ഹോംലെസ് ഒരു വ്യക്തിയുടെ കുറെ കവറുകൾ അവിടെ ഇരുന്നു. അത് കണ്ടപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ആക്റ്റീവായതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഫിലാഡൽഫിയയിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇത് നമ്മുടെ ജുവലറി സ്ട്രീറ്റ് ആണ്. കുറേ ധാരാളം ജ്വല്ലറികളുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച മലബാർ ഗോൾഡ് അതുപോലത്തെ അല്ല, അതായത് ഇവിടുത്തെ അമേരിക്കൻ കുറേ ജ്വല്ലറി ഷോപ്പുകൾ. അപ്പോൾ ചേട്ടനാണ് ഇന്ന് വീഡിയോ എനിക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോ അല്ല, കാര്യങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. ഞാനൊന്നും പറയില്ല. ഫിലാഡൽഫിയെ കുറിച്ചുള്ള ഹിസ്റ്ററി ചേട്ടൻ പറയണം. ഞാൻ പറയണോ? അല്ല പറ, എന്താ പറയാനുള്ളത്? ഞാൻ എന്ത് പറയാൻ, ഇത് ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. റവല്യൂഷണറി വാറും അതുപോലെ ഇൻഡിപെൻഡൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡെമോക്രസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്നാണ് തോമസ് ജെഫേഴ്സൺ എന്താ പറയാ ഇതിന്റെ ഡ്രാഫ്റ്റ് ഒക്കെ ചെയ്തു വെക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെയാണ് 1776 ഇൻഡിപെൻഡൻസ് അവരിതാക്കിയത്. 250 വർഷം ഓഫ് ഡെമോക്രാറ്റ്. അതുകൊണ്ടാണ് ദ ലോങ്സ്റ്റ് ഡെമോക്രാറ്റിക് നേഷൻ അല്ലേ? അതെ. അപ്പൊ ഇവിടെ ഡെമോക്രസി ഡിക്ലെയർ ചെയ്ത ബെല്ലിരിക്കുന്ന സ്ഥലം ലിബർട്ടി ബെല്ല് എന്ന് പറയും. അതുള്ളത് നമ്മളിപ്പം നിൽക്കുന്നതിന്റെ ഒരു സ്ട്രീറ്റ് അപ്പുറത്താണ്. ഇൻഡിപെൻഡൻസ് ഹാൾ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ്. അങ്ങനെ ഹിസ്റ്റോറിക്കലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇതുപോലുള്ള കുറെ സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ബട്ട് ഞാൻ ആക്ച്വലി പല യൂട്യൂബേഴ്സ് ഇവിടെ വന്നിട്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ധാരാളം ഹോംലെസ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സ് ആളുകൾ ഇതുപോലെ കാണാൻ സാധിക്കും. ബട്ട് അത് ഒരു ഭാഗത്താണ് കേട്ടോ. ഒരു ഭാഗത്ത് ഇവരുടെ ഒരു വലിയൊരു ഏരിയ ഉണ്ട്. അത് വന്നിട്ട് ഇവരുടെ ഈ ഒരു നാടിനെ കുറ്റം പറയുന്ന രീതിയിൽ പല ആൾക്കാരും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ താമസിക്കുന്ന ഈ ചേട്ടനെ പോലുള്ള മലയാളികൾക്ക് വിഷമാവുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഞാൻ പറയാണ്, സത്യത്തിൽ ഇവിടെ എല്ലായിടത്തും അങ്ങനെ അല്ല കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നത് ഇനി നമ്മൾ ഇൻഡിപെൻഡൻസ് ഹാള് ലിബർട്ടി ബെല്ല് കാണാൻ പോകും. ഇൻഡിപെൻഡൻസ് കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഹാള്. അതായത് നമ്മുടെ ജനാധിപത്യം സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ അടുത്തായിട്ടൊരു ചാപ്പൽ. ഇതല്ലേ ചാപ്പല്? ചാപ്പൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചർച്ചല്ലേ? ചർച്ചല്ലത്. ഇതിന്റെ ഇവിടെ നല്ല മണി അടിച്ചാ മണി, അത് നമ്മുടെ കുതിരമാളികയല്ലേ? ഓ ഓക്കെ. ഓ സമയത്തിന്റെ ആയിട്ട് അപ്പൊ മണിയടിച്ചാണ് കേട്ടോ. ഇവിടെ ക്ലോക്ക് 7 മണി. ഞാൻ വിചാരിച്ചു ഏതോ ഒരു പള്ളിയാണെന്ന് വിചാരിച്ചു അവിടെ. അതാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ദാണ്ട ഇവിടെ അമേരിക്കയുടെ ഫ്ലാഗ്. ഇവിടെയാണ് അവരുടെ ഇൻഡിപെൻഡൻസ് സംവിധാനങ്ങൾ.
ആക്ച്വലി എൻ്റെ വാവ് എഴുതുന്നു എനിക്കറിയില്ല. ഉറക്ക ക്ഷീണത്തിൽ നിന്ന് പെട്ടെന്ന് ഞാൻ പൊട്ടിമുളച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ടൊന്നും നേരാവുന്നില്ല. ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതായത് ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം അമേരിക്കയ്ക്ക് നമ്മുടെ അന്നത്തെ ഫ്രാൻസ് ഗവൺമെൻറ് ഫ്രഞ്ച് ഭരണകൂടം കൊടുത്ത ഒരു ബെല്ലാണ് കേട്ടോ. ഇതാണ് ലിബർട്ടി ബെൽ എന്നല്ലേ പറയുന്നത്, ലിബർട്ടി ബെല്ല്. ഇത് ഒരു വലിയൊരു ഐക്കണാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി കാണുന്നത്. ഇതിൻ്റെ ഒരു സുവനീസ് ഇവിടെ വരുന്ന പല ആളുകളും കളക്ട് ചെയ്തിട്ടൊക്കെ പോവാറുണ്ട്. ഇതിന് ക്രാക്ക് ഉണ്ടല്ലേ? ആ ക്രാക്കാണ് അതിന്റെ ഇൻഫെക്ഷൻ പെർഫെക്ഷൻ എന്ന് പറയും. ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഓക്കെ, പൊട്ടിയിരിക്കുകയാണ്. അതേമാതിരി പൊട്ടിയ ബെല്ല് അവർ അതുപോലെ തന്നെ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയും കൂടിയാണ് കേട്ടോ. മാത്രമല്ല ഫ്രഞ്ച് ഗവൺമെന്റ് അമേരിക്കയ്ക്ക് മാത്രമല്ല, ഫ്രഞ്ച് ഗവൺമെന്റ് ധാരാളം രാഷ്ട്രങ്ങൾക്ക് ഇവർ ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ ഇതുപോലുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയെന്ന് ഇപ്പം വരുന്നില്ല കേട്ടോ, പക്ഷെ ഏതൊക്കെ രാജ്യത്തിലേക്ക് കണ്ടിട്ടുണ്ട്. ബെല്ലിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബെല്ലിന്റെ വിടവ്. ആക്ച്വലി അവിടെ നിന്ന് ഫ്രാൻസിൻ്റെ കൊണ്ടുവന്നിട്ട് ആക്ച്വലി ഇവരെന്തോ ഫസ്റ്റ് അടിച്ചപ്പോഴാണ് ഇതിൻ്റെ ക്രാക്ക് എന്തോ മനസ്സിലായത്. പിന്നെ ആ ഒരു രീതിയിൽ തന്നെ അവർ അത് വെച്ച് മുന്നോട്ട് പോയ ഒരവസ്ഥയാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ ഈ കാണുന്ന ബസ്, അല്ലെങ്കിൽ അവിടെ കുറേ നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ബസ് ഉണ്ടല്ലേ. പിന്നെ ഈ കാണുന്നത് ഒരു ഷട്ടിൽ വണ്ടി, സിറ്റി സൈറ്റ് സീയിങ് ഫിലാഡൽഫിയ. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരാറുണ്ട്. അവർക്കൊക്കെ കറങ്ങാനായിട്ടുള്ള ഷട്ടിൽ വണ്ടികളാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് വേറെ ഒരു ബസ് കിടക്കുന്നത് കൊണ്ട് ആ ഒരു ഭാഗത്ത് അത് നമ്മുടെ ഡേ ബസ്, നമ്മൾ മുകളിൽ ഇരുന്നിട്ട് നമ്മുടെ ബിഗ് ബസ്സൊക്കെ പോലുള്ള ഒരു സംഭവമാണ്. ഞാനിനി ഇവിടെ നിന്ന് നടന്ന് മറ്റുള്ള ഭാഗത്തിലോട്ട് ഒന്ന് നടന്നു പോവാണ്. പക്ഷെ വന്ന റോങ് സമയത്ത് കേട്ടോ. പകൽ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണിച്ചു തരാമായിരുന്നു. ഇപ്പം രാത്രിയായിട്ട് അതിനുള്ള ഒരു വൈബില്ല. ന്യൂയോർക്കിലെ സ്റ്റീമിംഗ് ടെക്നോളജി ഇവിടെയുണ്ട്. ഇത് സ്റ്റീമിംഗ് ടെക്നോളജി തന്നെയല്ലേ? അതെ അതെ. ഇത് ആക്ച്വലി ഇതാണ് എന്താ പറയാ, സബ്വേ ആണ്. സബ്വേ ആണ് അതിന്റെ അടിയിൽ നിന്ന് വരുന്നത്. ഇവിടെ സബ്വേ ഉണ്ടോ ഫിലാഡൽഫിയയില്? ഇവിടെ ഈ സബ്വേ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മള് സാധാരണ സബ്വേ കൂടാതെ ട്രോളി ട്രെയിൻ ഉണ്ട് അല്ലേ? ആ, അതുണ്ട്. സബ്വേയുടെ ഹീറ്റിംഗ് സിസ്റ്റം. ഓക്കെ ഓക്കെ. സ്റ്റീവ് വെച്ചിട്ടാണ് അവർ ഹീറ്റ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം 0 ഡിഗ്രി അല്ലേ ഇപ്പോൾ ഉള്ളത്. ഈ കാണുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ? ഇതാണ് കേട്ടോ ഇവിടുത്തെ പഴയ ടിപ്പിക്കൽ ഒരു പെൻസിൽവാനിയൻ കൺസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബിൽഡിംഗ് രീതി. ചെറിയ സ്മോൾ ബ്രിക്സ് ആണ് കേട്ടോ. ബട്ട് ഇപ്പോൾ ഉള്ള പല വീടുകളും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇവർ പാഡിങ് വയ്ക്കും. അങ്ങനെയാണ്. തൻ്റെ ഈ കാണുന്നത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതെനിക്കൊന്ന് 1900 കാലത്തിലെ ബിൽഡിംഗ് അല്ലേ ഈ കാണുന്നത്? 900-ന് ശേഷമുള്ള ഒരു 19-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. ബട്ട് ഇത് നല്ല പഴക്കമുള്ള ബിൽഡിംഗ് കേട്ടോ. ഇവിടുത്തെ സബ്വേ സിസ്റ്റത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സബ്വേ സിസ്റ്റത്തിൽ ധാരാളം ഇതുപോലുള്ള ആളുകൾ ഇവിടെ ധാരാളം കാണാൻ സാധിക്കും. ഈ കാണുന്നതൊക്കെ കണ്ടോ? ഇതെല്ലാം ഇതുപോലുള്ള സൈറ്റ് സീയിങ് ബസ്സസ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതാ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ആരോ ഡാൻസ് കളിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. പുള്ളിക്കാരിയെ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല, ക്ലീൻ ഇല്ലാത്ത ക്ലാസ്. പുള്ളിക്കാരിക്ക് എന്നെ കണ്ടോണ്ട് നല്ലപോലെ ഡാൻസ് കളിക്കുന്നു കേട്ടോ. ഇതെല്ലാം കുറേ ആൾക്കാർ രാത്രി കാഴ്ചകൾ കാണാനാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫിലാഡൽഫിയയുടെ സിറ്റി ഹാളാണ് കേട്ടോ. ഈ നഗരത്തിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് നമ്മുടെ സിറ്റി ഹാൾ വരുന്നത്. അടിപൊളി കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നഗരത്തിൻ്റെ ഹൃദയ ഭാഗത്തോടായിട്ട് ടൗൺ ഹാളിന് ചുറ്റപ്പെട്ട് ആക്ച്വലി ഇതുപോലുള്ള ഈ സെയിം ഇപ്പം നമ്മൾ കാണുന്ന പോലത്തെ 4 റോഡുകളുണ്ട് കേട്ടോ. അങ്ങോട്ടൊരു ഭാഗം ടൗൺ ഹാൾ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ പോലെയാണ്. അങ്ങോട്ട് മറ്റൊരു റോഡ്. ഇങ്ങനെ ഒരു 4 ഇൻ്റർസെക്ഷൻ വന്ന് ചേരുന്നതാണ് നമ്മുടെ ടൗൺ ഹാള്. നമ്മളിവിടുത്തെ സിറ്റി ഹാളിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. ക്രിസ്മസ് വില്ലേജ്. അതിൻ്റെ അകത്ത് ധാരാളം സ്റ്റോളുകളുണ്ടല്ലേ? അവർ ആക്ച്വലി എന്താ ചെയ്യുന്നേ? അകത്തും പുറത്തുമായിട്ട് ഒത്തിരി ഉണ്ട്. ഇവിടെ കുറച്ച് പേര് നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് വില്ലേജ്. കുറേ സ്റ്റാളുകൾ, കുറേ സുവനീർസ്, കുറേ ആർട്ട് വർക്ക്സ്, പിന്നെ ഹാൻഡ് മെയ്ഡ് ജൂവലറീസ്, ഇതൊക്കെ വിൽക്കുന്ന കുറേ സ്റ്റാളുകളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ കുറേ ഇതുപോലുള്ള സ്ട്രീറ്റ് പെർഫോമൻസ്
ഡാൻസ് എന്തൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് പുള്ളി. പുള്ളി അടിപൊളിയായിട്ട് എന്തൊക്കെയോ ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ക്രിസ്മസ് ട്രീ കേട്ടോ. ഇവിടെ ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിന്റെ ഇടയ്ക്കായിട്ട് ക്രിസ്മസ് എന്താ പറയുന്നത്, ക്രിസ്മസ് വില്ലേജിന്റെ ഇടയ്ക്കായിട്ട് ഇവിടെ നമ്മുടെ ഫിഫയുടെ ഒരു അപ്കമിങ് ഫിലാഡൽഫിയയിലെ ഗെയിം ഫസ്റ്റ് ഗെയിം എനിക്കൊന്ന് ഇനി 172 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതിന്റെ ഒരു കൗണ്ട് ഡൗൺ ഒക്കെ കാണാം. പിന്നെ ബാക്കി കണ്ട ഇത്രയും കുറേ ഉണ്ട് കേട്ടോ. കുറേ ഏരിയകളിൽ ഇതുപോലുള്ള സുവനീർ ഷോപ്പുകളും സംഭവങ്ങളും ഒക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഐസ് സ്കേറ്റിംഗ് പരിപാടിയൊക്കെയാണ് കേട്ടോ ആ ഒരു ഭാഗത്ത്. നമ്മൾ തണുപ്പായതുകൊണ്ട് ഇനി കാറിൽ പോകില്ല. നമ്മളിവിടുത്തെ സബ്വേ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പൊതുവേ ആക്ച്വലി സബ്വേ കുറച്ച് ക്ലീൻ ഉണ്ട് കേട്ടോ. ന്യൂയോർക്ക് സബ്വേ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫിലാഡൽഫിയയിലെ സബ്വേ ക്ലീൻ ഉണ്ട്. ബട്ട് പറഞ്ഞതുപോലെ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സ് എനിക്ക് തോന്നുന്നു ഭയങ്കര കൂടുതലായിട്ട് കാണാൻ സാധിച്ചു. ചില സ്ഥലത്തൊക്കെ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇതൊരു ഭയങ്കര അഗ്രസീവ് ആവും. ഈ സബ്വേയുടെ അകത്ത് കയറിയാൽ തന്നെ നാറ്റം കൊണ്ടിരിക്കാൻ വയ്യ. കഞ്ചാവിന്റെ നാറ്റം എന്താ ചെറുക്കം കണ്ടല്ലേ മൂക്ക് മണപ്പിച്ച് പാവം കേട്ടോ ഇരിക്കുന്ന നോക്കിക്കേ. ചവറ് കുപ്പ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാരും മൂക്ക് മണപ്പിച്ച് മൂക്കടച്ചു വെച്ചിരിക്കുക പാവം കേട്ടോ ചെറുക്കൻ. ഒരേ ആൾക്കാർ ചാക്കും പെട്ടിയൊക്കെ കൊണ്ട് പോകുന്നുണ്ടല്ലേ. എവിടെ കച്ചവടത്തിന് പോകുന്ന പോലെയാണ് അവരുടെ എപ്പോഴെങ്കിലും ചാക്കും എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ നമ്മൾ തിരിച്ച് കാറിലോട്ട് വന്നു. നമ്മൾ സബ്വേ എടുത്ത് വന്നത് തണുപ്പായതുകൊണ്ടാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ടാണോ സബ്വേയില്? ഓക്കെ. പക്ഷെ എന്തുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. പിറന്നാൾ ആഘോഷിക്കുന്നു. എത്രാമത്തെ വയസ്സാ? 75ാമത്തെ. 75ാമത്തെ വയസ്സിലെ പിറന്നാൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് കുറച്ചു നേരം മുമ്പ്. അപ്പോൾ അങ്ങനെ സിറ്റിയൊക്കെ പോയി കറങ്ങി വന്നിട്ട് ഞാൻ നമ്മുടെ ചേട്ടന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടന്റെ വീട്ടിലെ ബിരിയാണി, ചേട്ടൻ കാസർഗോഡ് നിന്നാണ്. ചേട്ടന്റെ വീട്ടിലെ ബിരിയാണി നെയ്പ്പത്തല് ഞാൻ കുറച്ചു പേരുണ്ട്. പിന്നെ ചേട്ടനുണ്ട്. ചേട്ടന്റെ വൈഫിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം. എന്തുണ്ട് വിശേഷം? എന്നെ മുന്നേ അറിയോ? പിന്നെ വീഡിയോ കൊള്ളാമോ? പിന്നെ ശ്രീത്തിന്റെ കൂടെ ഇരുന്ന് എല്ലാ വീഡിയോസും കാണാറുണ്ട് മാഹിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് അമേരിക്കൻ ജീവിതം? അടിപൊളിയാണ്. ഓക്കെ ഓക്കെ. നാട് മിസ് ചെയ്യുന്നു, അച്ഛനമ്മേനെ മിസ് ചെയ്യുന്നു. അല്ലാതെ ബാക്കിയെല്ലാം നാട്ടിൽ പോവാറില്ലേ? പോവാറുണ്ട്. ഞങ്ങള് ഒക്ടോബറിൽ പോയി വന്നതാ. ഓക്കെ ഓക്കെ. പിന്നെ അവിടെ നമ്മുടെ ചേട്ടന്റെ അമ്മയാണ് കേട്ടോ. അമ്മ ഹായ്, സുഖല്ലേ? ഇവര് 1 മാസമായിട്ട് വെക്കേഷന് വേണ്ടി വന്നതാണ്. ഇനി ഒരു 4-5 മാസം കൂടെ ഇവിടെ ഉണ്ട്. പിന്നെ ചേച്ചി ഹായ്. ചേച്ചിയുടെ പേരെന്താ? ശ്രുതി. ഇത് ചേട്ടന്റെ ഭാര്യയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഒരു ഫീൽഡിലല്ലേ? നിങ്ങൾ രണ്ടുപേരും 6 വർഷമായോ? 6 വർഷം. എങ്ങനെയുണ്ട് അമേരിക്കൻ ജീവിതം? താങ്ക് യു കേട്ടോ. ചേച്ചിയാണെന്ന് തോന്നുന്നു. ബിരിയാണി, പിന്നെ ചിക്കൻ, പിന്നെ ഇതെന്തായിരുന്നു, ചെമ്മീൻ കറി, പത്തിരി, നെയ്പ്പത്തിൽ എല്ലാം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞപ്പോഴാ വീഡിയോ. ചേച്ചി വാ. ചേച്ചി ചേട്ടൻ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിക്കോ. എന്റെ പേര് സുനിൽ. ഇത് എവിടെയാ നാട്ടിലെ? എറണാകുളം. പാലക്കാട്. ഇവിടെ എത്ര വർഷമായി? ഇവിടെ ഒരു 5 കൊല്ലമായി ഫിലാഡൽഫിയയിൽ. 5 കൊല്ലമായി. ഇവരെന്നെ കണ്ടിട്ടില്ല, അപ്പൊ ഇനി കാണാം കേട്ടോ. കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ ഇവരുടെ മക്കളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ശ്രേയാന്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പരിചയപ്പെടുത്തുവാണ് കേട്ടോ. കിഡ്സ് ഫൺ ടൈം. ഇതിൽ കയറിയിട്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കിഡ്സ് ഫൺ ടൈം ലവ് കേട്ടോ. എല്ലാവരും ലൈക്ക് കൊടുക്കണം. എല്ലാരും ബെൽ ബട്ടൺ അമർത്തണം. വേറെന്താ? ദാറ്റ്സ് ഇറ്റ്. അപ്പോ ആരും വീഡിയോ ആവണ്ട കേട്ടോ, കാരണം ബെൽ ബട്ടൺ മാത്രം കൊടുത്താൽ മതി. അത്രയും നല്ല നീ പറഞ്ഞേ. നമ്മുടെ സംസാരം മണിക്കൂറുകളോളം നീണ്ടു. റിലീജിയസ്, പൊളിറ്റിക്സ് എല്ലാം കൂടെ കടന്നു വന്നു അല്ലേ? ഓൾറെഡി ഭക്ഷണം കഴിച്ചതിന് ശേഷം 1-2 മണിക്കൂറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഞാൻ നീ വാ. നിന്റെ പേരെന്താ? സയൻ. എന്താ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ? 6th. സയൻ നമ്മുടെ സുനിൽ ചേട്ടന്റെ മകനാണ്. ബ്രോ എന്തുണ്ട് വിശേഷം? അടിപൊളി. നിന്റെ പേരെന്താ? ശ്രേയസും ഷയോണും. ഷയോണിന് എത്ര വയസ്സായി? 13. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖം.
സോ ഇവന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു പോയി. 80,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പാവം. അപ്പൊ കണ്ടതിൽ സന്തോഷം. ഇവിടെ വേറെ ഒരാളുണ്ട്, നമ്മുടെ ശ്രീജിത്തേട്ടന്റെ മോള. ഹേയ്, എന്തുണ്ട്, സുഖമല്ലേ? പുള്ളിക്കാരി എന്താ പഠിക്കുന്നത്? എത്ര വയസ്സുണ്ട്? 19. ബയോളജിയാണ് കേട്ടോ പഠിക്കുന്നത്. ആക്ച്വലി ഇവിടെ US പൊതുവെ ഭയങ്കര ഫീസ് അല്ലേ? ഹൈസ്കൂൾ കഴിഞ്ഞാൽ US ആക്ച്വലി എഡ്യൂക്കേഷൻ വൈസ് ഭയങ്കര ഇതാണ് കേട്ടോ. എഡ്യൂക്കേഷനിൽ ഇത്ര പൈസ അടയ്ക്കണമെന്ന് എല്ലാവർക്കും ഈ സ്റ്റൈഫൻഡ് കാര്യങ്ങൾ സ്കോളർഷിപ്പ് ഒന്നും കിട്ടാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടാതെ പോകുന്നുണ്ട്. ഇപ്പം യൂറോപ്പിലെന്നൊക്കെ പറയുമ്പോൾ കുറെ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എല്ലാവരും നോക്കണമെന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. യൂറോപ്പിലൊക്കെ എന്ന് പറയുമ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ. പക്ഷെ US ഞാൻ കണ്ട ഒരു ഭയങ്കര എഡ്യൂക്കേഷന്റെ ഒരു കാര്യത്തിൽ ഒരു ഭയങ്കര ഒരു ഡ്രോബാക്ക് ആയിട്ടുള്ള ഒരു സംഭവം, ഇത്രയും പൈസ ഹെവി നല്ല എക്സ്പെൻസ് ആണ് കേട്ടോ. ഒരു സെമ്മിന് തന്നെ ചില കോഴ്സിന് $6,000 അല്ലെങ്കിൽ $7,000 $8,000 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ യെസ്, അപ്പോൾ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. താങ്ക് യു കേട്ടോ. ഐ വാസ് സോ ഹാപ്പി. താങ്ക് യു. ഓക്കെ, ഇവരെ നാളെ വീണ്ടും കാണുന്നുണ്ട് കേട്ടോ. പോകുന്നില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.